വ്യവസായിയായിട്ടുള്ള ഷാൻ, ഈ വലിയ പ്രശ്നം നേരിട്ട ഷാൻ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഷാൻ, അങ്ങേറ്റം ദുഃഖമുണ്ട്. ദുഃഖം എന്നതിനപ്പുറം ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. സത്യമായി പറഞ്ഞാൽ ഈ 2022 ഇങ്ങനെ പരാതി, ഇങ്ങനെ ലോൺ റീസ്ട്രക്ചർ ചെയ്യണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷ നൽകുന്നു. ഒപ്പം തന്നെ അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്തില്ലേ? അതിന് പിന്നാലെ പോയില്ലേ? ഫോളോ അപ്പ് നമ്മൾ ചെയ്തെങ്കിലും 2023 പ്രഖ്യാപിച്ചു കഴിഞ്ഞ ബാങ്കുകൾക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല ബാങ്കുകളുടെ ഭാഗത്ത്. അതുകൊണ്ട് പിന്നെ ആ കാര്യം അവിടെ നിന്ന് കഴിഞ്ഞു പോയതാണ്. അന്നേരമാണ് 2024 എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു മറുപടി കിട്ടുന്നത്. ഷാൻ, ഒരു നിമിഷം, 2022 ഈ പരാതി കൊടുക്കുന്നു. ഈ ജപ്തി വന്നത് എപ്പോഴാണ്? 2023 ജനുവരിയിലാണ് നിഷ്ക്രിയാസ്തിയായി പ്രഖ്യാപിക്കുന്നത് അക്കൗണ്ടില്. ഓക്കെ. അതിനുശേഷം 2024 ലേലത്തിൽ പോകുന്നത്. ലേലത്തിൽ പോകുന്നത് ഈ വർഷമാണ് അല്ലേ? ഈ വർഷം ആദ്യമാണ്. അതെ. ഈ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയതും റീസ്ട്രക്ചർ ചെയ്യാനുള്ള ആവശ്യമൊക്കെ ബാങ്ക് മാനേജറെയൊക്കെ അറിയിച്ചിരുന്നു. അവർക്കൊരു കോപ്പി കൊടുത്തിരുന്നു. ബാങ്കിന്റെ മെയിലിനെ ഓൾറെഡി അറ്റാച്ച് ചെയ്താണ് ബാങ്കേഴ്സ് കമ്മിറ്റിക്കും ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും റീജിയണൽ ഓഫീസിനും സർക്കിൾ ഓഫീസിനും ഹെഡ് ഓഫീസിനും ഉൾപ്പെടെ ബൈ ലെറ്റർ രജിസ്റ്റേർഡും കൊടുത്തിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് എന്താണ് സംഭവിച്ചത്, ഇൻഷുറൻസ് തുക എത്ര കിട്ടാനുണ്ട് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഓരോ വിഷയങ്ങളും അവരെ കറക്റ്റ് സമയത്ത് ധരിപ്പിച്ചതാണ്. അത് ബൈ റെക്കോർഡ് മെയിലിൽ നമുക്ക് എല്ലാ കാര്യവും കിടപ്പുണ്ട്. ഇപ്പോൾ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചതെല്ലാം ബാങ്കുകളുടെ നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ബാങ്കുകളുടെ സഹകരണക്കുറവുണ്ടായിരുന്നോ? മാത്രമല്ല ബാങ്കുകളുടെ സഹകരണക്കുറവാണ്. കാര്യം വെച്ചാൽ നമ്മുടെ ഇപ്പം ഒരുപാട് വ്യവസായികള് തിരുവനന്തപുരത്ത് സമരം കിടക്കുകയാണ്. അവരുടെ മെയിൻ ഒരു ആവശ്യം തന്നെ FITL, ഫണ്ടഡ് ഇൻട്രസ്റ്റ് ടേം ലോൺ. വ്യവസായികൾ പോലും അറിയാതെ ബാങ്കുകളിൽ അവരുടെ പലിശ പുതിയൊരു ടേം ലോൺ ആക്കി ഇട്ടിട്ട് അവരുടെ ഓരോ കളപ്പേരുകൾ പറഞ്ഞ് പുതിയ പുതിയ പേരുകൾ ഇട്ട് പലിശകൾ കൂട്ടി വ്യവസായികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിഞ്ചായിട്ട്. ഇതിപ്പോ ഷാൻ ലോൺ എടുത്തിരുന്നത് കാനറ ബാങ്കിൽ നിന്നാണ് അല്ലേ? കാനറ ബാങ്കിൽ നിന്നാണ്. അതെ. ഈ ജപ്തി നോട്ടീസ് വന്നപ്പോൾ അതിൽ ഒരു സ്റ്റേക്കുള്ള ശ്രമം നടത്തിയിരുന്നു. ഡെബിറ്റ് റിക്കവറി ട്രൈബ്യൂണൽ വഴി DRT ആണ് ഇങ്ങനത്തുള്ള നിഷ്ക്രിയാസ്തിയായിട്ടുള്ള ബാങ്കിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഷാൻ യാത്രയിലാണോ? അല്പം ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. യാത്രയിലാണ് സാർ. ഞാനിപ്പം 1-2 കമ്മീഷൻ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. വേറെ ആൾക്ക് എടുത്തു കൊടുത്ത് അങ്ങനെ വർക്ക് ചെയ്യാണ്. യാത്രയിലാണ്. റൈറ്റ്. ഷാൻ, ഒരു നിമിഷം തുടരണേ.